നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയുടെ മൃതദേഹം ഖബറടക്കി. 7 ദിവസത്തെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാണ് ഖമനേയുടെ ജന്മസ്ഥലമായ ഷിയ പുണ്യനഗരം മഷ്ഹദിൽ ഖബറടക്കം നടന്നത്. മഷ്ഹദിലെ ഇമാം റിസ പള്ളിയിൽ പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത്. അവസാനമായി ഖമേനിയുടെ ശരീരം വഹിക്കുന്ന പെട്ടിയൊന്നും തൊടാനായിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തിയത്. തിക്കിലും തിരക്കിലും നൂറിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഒരു മരണമടക്കമുള്ളവ അനൌദ്യോഗികമായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വ്യക്തമാവുകയാണ്. മരണങ്ങൾ ചിലതൊക്കെ നടന്നിട്ടുണ്ട്. കാരണം 15 ലക്ഷത്തിലധികം ആളുകളാണ് തിങ്ങി നീങ്ങി ഈ പറയുന്ന ഖബറൊന്നും തൊടാനായിട്ട് അങ്ങനെ പുണ്യം ലഭിക്കും എന്നുള്ള പേരിൽ ജനങ്ങൾ ഒഴുകിയെത്തുന്നത്. ലക്ഷോപലക്ഷ ആളുകളാണ് എത്തുന്നത്. ഇറാൻ ഇറാഖ് രാജ്യങ്ങളിൽ വിവിധ ഇടങ്ങളിൽ നടന്ന വിലാപ യാത്രയിൽ ഏകദേശം 15 ലക്ഷം പേർ പങ്കെടുത്തു എന്നാണ് കണക്കുകൂട്ടൽ. ഖമനേയ്ക്കൊപ്പം ഭാര്യയുടെയും മകളുടെയും കൊച്ചുമകളുടെയും മൃതദേഹങ്ങളും ഖബറടക്കി. മൃതദേഹം വഹിച്ചുള്ള വിമാനം പോർ വിമാനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് മഷ്ഹദിൽ എത്തിച്ചത്. ഖമനേയുടെ ശവമഞ്ചം വഹിച്ചെത്തിയ വിമാനത്തിന് അകമ്പടിയായി യുദ്ധവിമാനം എത്തുന്ന വീഡിയോയും ഇറാൻ പുറത്തുവിട്ടിരുന്നു. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി അയത്തുള്ള ഖമനേയുടെ മകനും നിലവിലെ ഇറാൻ പരമോന്നത നേതാവുമായ മുസ്തഫ ഖമനേയി ചടങ്ങിൽ പങ്കെടുത്തില്ല. വൻ ജനത്തിരക്ക് കാരണം ഖമനേയുടെ സംസ്കാര ചടങ്ങ് വൈകിയതായി ഇറാന്റെ സർക്കാർ ടെലിവിഷൻ അറിയിച്ചു. രാവിലെ നടത്താനിരുന്ന ചടങ്ങ് ജനങ്ങളുടെ തിരക്ക് മൂലം നീണ്ടുപോവുകയായിരുന്നു. ഇറാന്റെ മുൻ പരമാധികാര നേതാവ് അയത്തുള്ള അലി ഖമനേയുടെ മൃതദേഹം ഈ മഷ്ഹദ് നഗരത്തിൽ ഇമാം റിസ ഈ മസ്ജിദിൽ സംസ്കരിക്കുമ്പോൾ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് നിലവിളിക്കുകയും കരയുകയും പൊട്ടിക്കരയുകയും ഒക്കെ ചെയ്തത്. ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഖമനേയി കൊല്ലപ്പെട്ടത്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ 4 മാസത്തിന് ശേഷമാണ് ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾ നടത്താൻ കഴിഞ്ഞത്. ഒരാഴ്ച നീണ്ടുനിന്ന വിലാപയാത്രാ ചടങ്ങുകളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കാനെത്തിയത്. ഇറാനിലും ഇറാഖിലുമായി നടന്ന വിലാപയാത്രകൾക്ക് ശേഷമാണ് മൃതദേഹം മഷ്ഹദിൽ എത്തിച്ചത്. ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കരുത്ത് പ്രകടിപ്പിക്കുന്നതിനായി വൻ പങ്കാളിത്തം തന്നെ ഉറപ്പാക്കാൻ ടെഹ്റാനിലെ ഭരണാധികാരികൾ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു. മഷ്ഹദിലെ തെരുവുകളിലൂടെ ഖമനേയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം നീങ്ങിയപ്പോൾ 10,000 ആളുകളാണ് വിലാപയാത്രയെ അനുഗമിച്ചത്. കറുത്ത വസ്ത്രം ധരിച്ച ജനക്കൂട്ടം ഇറാൻ പതാകകളും ഖമനേയുടെ ചിത്രങ്ങളും കൈകളിലേന്തിയിരുന്നു. ഖമനേയുടെ വധത്തിന് പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ജനക്കൂട്ടം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ട്രംപിനെ വധിക്കുക എന്നെഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തുകയും ചെയ്തിരുന്നു. അതേസമയം അലി ഖമനേയുടെ പിൻഗാമിയും മകനുമായ മുസ്തഫ ഖമനേയി സംസ്കാര ചടങ്ങുകളിലും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാതിരുന്നത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ മുസ്തഫയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വരികയാണ്. വൻ സുരക്ഷാ ആശങ്കകൾക്കും അഭ്യൂഹങ്ങൾക്കുമിടയിൽ ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയുടെ ഖബറടക്ക ചടങ്ങിന്റെ രാജ്യത്തിന്റെ പുതിയ പരമോന്നത നേതാവും ഖമനേയുടെ മകനുമായ മുസ്തഫ ഖമനേയി പങ്കെടുക്കാത്തതിൽ ദുരൂഹത ഉയരുന്നു. ഇപ്പോഴും അമേരിക്കയും ഇസ്രായേലും അപ്പോൾ ഇറാനെ അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലെയും ഇറാൻ ഇപ്പോഴും ഭയന്നുകൊണ്ടിരിക്കുകയല്ലേ? അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ മുസ്തഫ എത്താതിരുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് ഞങ്ങൾ എല്ലാവരും ജീവൻ പണയം വെച്ച് ഇവിടെ വന്ന് അവർക്കെതിരെ ട്രംപിനെതിരെ ട്രംപ് മരിക്കണം, ട്രംപ് ചാവണം, ട്രംപിനെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞുള്ള പ്ലക്കാർഡ് എന്തിനാണ് ഞങ്ങൾ വെക്കുന്നത് എന്ന ചോദ്യവും ജനങ്ങൾക്കിടയിൽ തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും ഇറാനിലെ പ്രമുഖ തീർത്ഥാടന നഗരമായ മഷ്ഹദിലാണ് ഖമനേയുടെ സംസ്കാര ചടങ്ങ് നടന്നത്. ഇറാനിലും ഇറാഖിലുമായി ഒരാഴ്ച നീണ്ടുനിന്ന വിലാപയാത്രകൾക്ക് ശേഷമാണ് ഉച്ചയോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. ലക്ഷക്കണക്കിന് ജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തുവെങ്കിലും മുസ്തഫ ഖമനേയുടെ അസാന്നിധ്യം ചടങ്ങുകളിൽ ഉടനീളം വലിയ നിഴലായി തന്നെ അവശേഷിച്ചു. പിതാവിന്റെ അന്ത്യകർമ്മങ്ങളിൽ പോലും മുസ്തഫ പങ്കെടുക്കാതിരുന്നത് ഭരണകൂട വൃത്തങ്ങളിലും രാജ്യാന്തര തലത്തിലും വലിയ രീതിയിലുള്ള ദുരൂഹതകൾക്ക് ചർച്ചകൾക്കും വഴി തുറന്നിരിക്കുകയാണ്. മുസ്തഫ ജീവനോടെ ഉണ്ടോ എന്ന് പോലുമുള്ള സംശയം ഇപ്പോഴും നിഴലിക്കുകയാണ്. ഫെബ്രുവരി 27 അയത്തുള്ള ഖമനേയുടെ മരണത്തിന് ഇടയാക്കിയ അതേ ആക്രമണത്തിൽ മുസ്തഫയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതിനുശേഷം അദ്ദേഹം പൊതുവേദികളിൽ ഒരിടത്തും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. വധശ്രമത്തിൽ മുസ്തഫയുടെ മുഖത്തിന് ഗുരുതരമായി വൈരൂപ്യം സംഭവിക്കുകയും കൈകാലുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിലവിൽ അദ്ദേഹം ഒരു രഹസ്യ കേന്ദ്രത്തിൽ സുഖം പ്രാപിച്ചു വരികയാണെന്നാണ് ഔദ്യോഗിക വിശദീകരണം. അച്ചടിച്ച പ്രസ്താവനകൾ മാത്രമാണ് ഇപ്പോൾ മുസ്തഫയുടെ പേരിൽ പുറത്തുവരുന്നത്.
വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുമെന്ന ഭയത്താൽ സുരക്ഷാ ഏജൻസികൾ അദ്ദേഹത്തിന്റെ പൊതുപരിപാടികൾ പൂർണ്ണമായും വിലക്കിയിരിക്കുകയാണെന്നും സൂചനയുണ്ട്. എന്നാൽ സ്വന്തം പിതാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ കഴിയാത്ത വിധം മുജ്തബയുടെ ആരോഗ്യനില അത്രമേൽ മോശമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. രാജ്യത്തെ ഏറ്റവും സ്വാധീനമുള്ള സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് മുജ്തബയെ പുതിയ പരമോന്നത നേതാവായി പുരോഹിത കൗൺസിൽ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ പുതിയ നേതാവ് ജനങ്ങൾക്ക് മുന്നിൽ വരാതിരിക്കുന്നത് ഇറാനിലെ ഭരണ സംവിധാനത്തിന്റെ ആത്മവിശ്വാസ കുറവായാണ് വിലയിരുത്തപ്പെടുന്നത്. ഔദ്യോഗികമായി പുതിയ പരമോന്നത നേതാവായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടും മുജ്തബ ഖമനേയിയെ ചടങ്ങുകളിൽ ഒരിടത്തും കണ്ടിരുന്നില്ല. ഫെബ്രുവരിയിലെ വ്യോമാക്രമണത്തിന് ശേഷം അദ്ദേഹം ഇതുവരെ പരസ്യമായി ഒരു വേദിയിലും വന്നിട്ടുമില്ല. ഇത് വലിയ ഊഹാപോഹങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഖമനേയുടെ മറ്റ് മക്കളായിട്ടുള്ള മുസ്തഫ, അതുപോലെ തന്നെ മസൂദ്, മിസം എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുത്തത് വികാരധീരരായി പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങൾ പല മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു. മുജ്തബ ഖമനേയുടെ പേരിൽ ഇറാൻ ഭരണകൂടം പ്രസ്താവനകൾ ഇറക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പുതിയ ചിത്രങ്ങളോ വീഡിയോകളോ ശബ്ദരേഖകളോ ഒന്നും തന്നെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നത് നിഗൂഢത വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേസമയം ഇറാനിൽ വ്യോമാക്രമണം തുടരുകയാണ്. തെക്കൻ ഇറാനിൽ തുടർച്ചയായ സ്ഫോടനങ്ങൾ ഉണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം അമേരിക്ക ഏറ്റെടുത്തിട്ടില്ല. സ്ഫോടനത്തിൽ ഇറാൻ ഇതുവരെ ഒരു രാജ്യങ്ങൾക്കെതിരെയും ആരോപണവും ഉന്നയിച്ചിട്ടില്ല. ഇരു രാജ്യങ്ങൾ തമ്മിൽ സമാധാന ചർച്ച തുടരണമെന്നാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന അമേരിക്കൻ ആക്രമണത്തിന് തിരിച്ചടിയായി ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിച്ചിരുന്നു. അതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഫോണിൽ സംസാരിച്ചതായും റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഇറാനിലെ 5 പ്രവിശ്യകളിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളാൽ 14 പേർ കൊല്ലപ്പെടുകയും 78 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഇറാനെതിരെ പുതിയ ഘട്ട വ്യോമാക്രമണം പൂർത്തിയാക്കിയതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡർ നേരത്തെ അറിയിച്ചിരുന്നു. ഹോർമോസ് കടലിടുക്കിലെ വാണിജ്യ കപ്പൽ ഗതാഗതത്തെയും സാധാരണ നാവികരെയും ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന ആക്രമണ ശേഷി ദുർബലപ്പെടുത്തുകയാണെന്ന നടപടിയുടെ ലക്ഷ്യമെന്നാണ് ഈ സെന്റർകോം അറിയിച്ചിരിക്കുന്നത്. ഇറാനിൽ 90 സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായിരുന്നു നേരത്തെ അമേരിക്കയുടെ അവകാശവാദം. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, തീര നിരീക്ഷണ കേന്ദ്രങ്ങൾ, മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ, നാവിക സൈനിക ശേഷി, സൈനിക ലോജിസ്റ്റിക് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും അമേരിക്ക അവകാശവാദം ഉന്നയിച്ചു. ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, ജോർദാൻ എന്നിവിടങ്ങളിലെ US താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ കനത്ത വ്യോമാക്രമണം ചിതറി വീണ മിസൈൽ ഭാഗങ്ങൾ പതിച്ച് കുവൈത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ബഹ്റൈൻ പുലർച്ചെ പലതവണ മുന്നറിയിപ്പ് സൈറണുകൾ മുഴക്കി. ആരും വീടിന് പുറത്തിറങ്ങരുതെന്നും പുറത്തുള്ളവർ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.